കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥാ ചതുർവിംശതിതമോധ്യായഃ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് ഇന്ദ്രനാണ് മഴ പെയ്യിക്കുന്നത് എന്ന് വിശ്വസിച്ച് ഗോപന്മാർ ഇന്ദ്രന് വേണ്ടി യാഗം നടത്താൻ തുടങ്ങുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇന്ദ്രനല്ല യാഗം നടത്തുന്നത്, നമ്മുടെ കർമ്മത്തിനനുസരിച്ചാണ് നാം പ്രവൃത്തികൾ ചെയ്യുന്നത്, അപ്പോൾ കർമ്മഫലമാണ് അനുഭവിക്കുന്നത്, അതുകൊണ്ട് കർമ്മത്തെയാണ് പൂജിക്കേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ എല്ലാവിധ ആശ്രമങ്ങളുടെയും സ്വധർമ്മങ്ങൾ വിവരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ അതനുസരിച്ച് ഗോവർദ്ധന പർവ്വതത്തെയും ബ്രാഹ്മണരെയും പശുക്കളെയുമാണ് പൂജിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കൃഷ്ണൻ പറഞ്ഞത് വിശ്വസിച്ചു, ഗോവർദ്ധന പർവ്വതത്തെ പൂജിക്കാൻ നിശ്ചയിച്ചു. അവർ യാഗം നടത്തി. അപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു? അവർക്ക് വിശ്വാസം വരാൻ വേണ്ടി ഒരു വലിയ ശരീരം എടുത്ത് ഞാനാണ് ഗോവർദ്ധന പർവ്വതം എന്ന് പറഞ്ഞ് അവരർപ്പിച്ച നിവേദ്യമെല്ലാം കഴിച്ചു. അപ്പോൾ അവർക്ക് സന്തോഷമായി. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഇപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഗോവർദ്ധന പർവ്വതത്തിനാണ് യാഗം കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഗോവർദ്ധന പർവ്വതം അത് നിങ്ങൾ കൊടുത്ത നിവേദ്യം സ്വീകരിച്ചിരിക്കുന്നു. പിന്നെ അവർ ബ്രാഹ്മണരെയും പശുക്കളെയും എല്ലാം പൂജിച്ചിട്ട് സന്തോഷത്തോടുകൂടി വ്രജത്തിലേക്ക് മടങ്ങുന്നു. അതാണ് ഇന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുകവാച. ശ്ലോകം 20. വർത്തതേ ബ്രഹ്മണാ വിപ്രോ രാജന്യോ രക്ഷയാ ഭുവ വൈശ്യസ്തു വാർത്തയാ ജീവേത് ശൂദ്രസ്തു ദ്വിജസേവയാം. വർത്തതേ ബ്രാഹ്മണ വിപ്രോ രാജന്യോ രക്ഷയാ ഭുവ വൈശ്യസ്തു വാർത്തയാം ജീവേത് ശൂദ്രസ്തു ദ്വിജസേവയ. ഇത് ശ്രീശുകൻ പറഞ്ഞല്ല, ശ്രീ ഭഗവാനുവാചയാണ്. ശ്രീ ഭഗവാനുവാച അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഇവിടെ ശ്രീ ഭഗവാനുവാച എന്നില്ല, അത് നമ്മൾ നേരത്തെ ഉള്ള ശ്ലോകത്തിലാണ് പഠിച്ചത്. ഭഗവാൻ പറയുന്ന കാര്യം തന്നെ. 20. വർത്തേത ബ്രഹ്മണ വിപ്രോ രാജന്യോ രക്ഷയാ ഭുവ വൈശ്യസ്തു വാർത്തയാ ജീവേ ശൂദ്രസ്തു ദ്വിജസേവയാ. അപ്പോൾ ഓരോ ആശ്രമ ധർമ്മങ്ങളെയും പറഞ്ഞു കൊടുക്കുകയാണ്. ഓരോരുത്തരുടെയും ധർമ്മം എന്താണ്? വർത്തേത ബ്രഹ്മണ വിപ്രോ. വിപ്രഹ ബ്രാഹ്മണർ, ബ്രഹ്മണ വേദം കൊണ്ട്, വേദം പഠിപ്പിക്കുക, വേദം കൊണ്ടാണ് അവർ ഉപജീവനം കഴിക്കുന്നത്. രാജന്യ ക്ഷത്രിയനാണെങ്കിലോ ഭുവഹ ഭൂമിയുടെ രക്ഷയ പരിപാലനം. അവർ ക്ഷത്രിയൻ്റെ ധർമ്മം എന്താണ്? രാജ്യപരിപാലനം. വർത്തേത അതുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. വൈശ്യസ്തു വൈശ്യനാകട്ടെ വാർത്തയ വ്യാപാരം കൊണ്ട്, കച്ചവടം കൊണ്ടാണ് വൈശ്യർ ജീവിക്കുന്നത്. ശൂദ്രസ്തു ശൂദ്രനാകട്ടെ ദ്വിജസേവയ ബ്രാഹ്മണ ശുശ്രൂഷ കൊണ്ട് ജീവിക്കുന്നു. അപ്പോൾ ശൂദ്രരുടെ ജോലി എന്താണ്? ബ്രാഹ്മണ സേവയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കർമ്മം വിധിച്ചിട്ടുണ്ട്, അതനുസരിച്ചുള്ള കർമ്മം വേണം ഓരോരുത്തരും അനുഷ്ഠിക്കേണ്ടതെന്ന് പറയുകയാണ്. വർത്തതേ ബ്രഹ്മണ വിപ്രോ രാജന്യോ രക്ഷയാ ഭുവഃ വൈശ്യസ്തു വാർത്തയാ ജീവേ ശൂദ്രസ്തു ദ്വിജസേവയാം. ശ്ലോകം 21. കൃഷി വാണിജ്യ ഗോരക്ഷ കുസീതം തുര്യമുച്യതേ വാർത്താ ചതുർവിധ തത്ര വയം ഗോവൃത്തയോ നിശം. കൃഷി വാണിജ്യ ഗോരക്ഷ. കൃഷി കച്ചവടം, വാണിജ്യ കച്ചവടം, ഗോരക്ഷ എന്ന് വെച്ചാൽ പശുപരിപാലനം. കുസീതം വൃത്തി ജീവനം, തുര്യം നാലാമത്തേത് ഉച്യതേ പറയപ്പെടുന്നു. അപ്പോൾ വൈശ്യന്മാരുടെ ഉപജീവന മാർഗം 4 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഇവിടെ നേരത്തെ കച്ചവടം എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷിയുണ്ട്, കച്ചവടമുണ്ട്, പശുപരിപാലനം 3 വിധം. പിന്നെ ഒന്നുള്ളത് കുസീതം.
കുസീതം എന്ന് പറഞ്ഞാൽ പണം കടം കൊടുത്തിട്ട് അതിൽ നിന്നും പലിശ വാങ്ങിക്കുക, അങ്ങനെ ജീവിക്കുക. അതും വൈശ്യന്മാരുടെ തൊഴിലാണ്. അതിനെ പറയുന്നത് കുസീതം എന്നാണ്. തുര്യം അത് നാലാമത്തേതെന്ന് പറയപ്പെടുന്നു. കൃഷി, കച്ചവടം, പശുപരിപാലനം കൂടാതെ പലിശയ്ക്ക് പണം കടം കൊടുക്കുക, അതും കൂടെ അവരുടെ ജോലിയാണ്. വാർത്ത, ഉപജീവന മാർഗം ചതുർവിധ, 4 വിധം ഉപജീവന മാർഗമുണ്ട്. ആർക്ക്? വൈശ്യർക്ക്. തത്ര അതിൽ വയം നമ്മൾ അനിശം എല്ലായ്പ്പോഴും ഗോവൃത്തയ പശുപരിപാലനമാകുന്ന വ്യാപാരത്തോട് കൂടിയവരാണ്. ഇപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ പശുപരിപാലനമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇങ്ങനെ 4 വൃത്തികൾ ചെയ്യാം. അതിൽ നമ്മുടെ ജോലി പശുപരിപാലനമാണ്. കൃഷി, വാണിജ്യ, ഗോരക്ഷ, കുസീതം തുര്യമുച്യതേ, വാർത്താ ചതുർവിധ തത്ര വയം ഗോവൃത്തയോനിശം. ശ്ലോകം 22. സത്വം രജസ്തമയിതി സ്ഥിത്യുൽപത്യന്തഹേതവഃ രജസോത്പത്യതേ വിശ്വം അന്യോന്യം വിവിധം ജഗത്. സത്വം രജഃ തമഃ ഇതി സ്ഥിതി ഉൽപത്തി അന്തഹേതവഃ രജസ ഉത്പത്യതേ വിശ്വം അന്യോന്യം വിവിധം ജഗത്. സത്വം, സത്വഗുണം, രജഃ, രജോ ഗുണം, തമഃ, തമോ ഗുണം എന്നിവ സ്ഥിതി, ഉൽപ്പത്തി, അന്തഹേതവ. സ്ഥിതി എന്ന് വെച്ചാൽ രക്ഷ, നിലനിൽപ്പ്. ഉൽപ്പത്തി, ഉത്ഭവം, സൃഷ്ടി. അന്ത എന്ന് വെച്ചാൽ നാശം എന്നിവയ്ക്ക് കാരണങ്ങളാകുന്നു. അപ്പോൾ സത്വഗുണം 3 ഗുണങ്ങളുണ്ട്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അത് 3 ഗുണങ്ങളാണ് സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് കാരണമാകുന്നത്. അതിലെ രജോ ഗുണം നിമിത്തം അന്യോന്യം സ്ത്രീ പുരുഷ സംഗമത്താൽ വിവിധം ബഹുവിധമായും വിശ്വം സമസ്തമായിരിക്കുന്ന ജഗത്ത് ലോകം ഉത്പത്തിയതേ. അപ്പം ലോകമുണ്ടായതെന്തോ എങ്ങനെയാണ്? രജോ ഗുണത്തിൽ നിന്നാണ് ലോകമുണ്ടായത്. സ്ത്രീ പുരുഷ സംസർഗത്താൽ പ്രജകൾ വർത്തിക്കുന്നു. അപ്പം അങ്ങനെ ലോകം ഉണ്ടാകുന്നു. അപ്പം അത് രജോ ഗുണം കൊണ്ടാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. സത്വം രജസ്തമയിതി സ്ഥിതി ഉത്പത്യന്തഹേതവഃ രജോസുത്പത്യതേ വിശ്വം അന്യോന്യം വിവിധം ജഗത്. ശ്ലോകം 23. രജസാ ചോദിതാ മേഘ വർഷ്യന്ത്യംബൂനി സർവദാ പ്രജാസ്തൈരേവ സിദ്ധ്യന്തി മഹേന്ദ്ര കിം കരിഷ്യതി. രജസാ ചോദിതാ മേഘ, ചോദിതാഹ മേഘാഹ വർഷന്തി അംബൂനി സർവതഃ പ്രജാഹ തൈഹി ഏവ സിദ്ധ്യന്തി മഹേന്ദ്രഃ കിം കരിഷ്യതി. രജസ, രജോ ഗുണത്താൽ ചോദിത പ്രേരിപ്പിക്കപ്പെട്ട മേഘങ്ങൾ സർവത എല്ലാ ദിക്കിലും അംബൂനി ജലങ്ങളെ വർഷന്തി വർഷിക്കുന്നു. അപ്പോൾ മേഘങ്ങൾക്ക് രജോ ഗുണമാണ്. അപ്പോൾ അവ എന്തു ചെയ്യുന്നു? രജോ ഗുണം കൊണ്ട് പ്രേരിപ്പിച്ച് അവ എല്ലാ ദിക്കിലും ജലങ്ങളെ വർഷിക്കുന്നു. തൈ ഏവ അവയെ കൊണ്ട് തന്നെ പ്രജാഹ ജനങ്ങൾ സിദ്ധ്യന്തി പദാർത്ഥങ്ങളെ പ്രാപിക്കുന്നു. മഹേന്ദ്ര ദേവേന്ദ്രൻ കിം കരിഷ്യതി. ദേവേന്ദ്രൻ ഇവിടെ എന്താണ് ചെയ്യുന്നത്? അപ്പം ഇന്ദ്രന് മഴ പെയ്യുന്നതിൽ യാതൊരു കർമ്മവും ഇല്ല. ഇന്ദ്രൻ അവിടെ ഒന്നും ചെയ്യുന്നില്ല. മേഘങ്ങൾ സ്വതേ വർഷിക്കുകയാണ്. അങ്ങനെ മേഘത്തിൽ നിന്ന് മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ജനങ്ങൾ ധാന്യാദി കൃഷികൾ ചെയ്ത് ധാന്യങ്ങളൊക്കെ കൃഷി ചെയ്ത് സമ്പാദിച്ച് ജീവിക്കുന്നു. അതുകൊണ്ട് ഇന്ദ്രൻ്റെ ആജ്ഞാന ശക്തി കൊണ്ടാണ് മേഘം അല്ലെങ്കിൽ മഴ ഉണ്ടാകുന്നത് എന്ന് ഊഹിക്കാൻ വഴിയില്ല. അങ്ങനെ ഇന്ദ്രനാണ് വർഷിക്കുന്നതെങ്കിൽ ഇന്ദ്രനെ ആരെ ആരാധിക്കുന്നുവോ അവർക്ക് ആവശ്യമുള്ള സ്ഥാനത്ത് മാത്രമല്ലേ മഴ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ മഴ അങ്ങനെയാണോ? എല്ലായിടത്തും ഉണ്ടാകും. ഇപ്പോൾ സമുദ്രത്തിന് മഴ ആവശ്യമൊന്നുമില്ല. ആ സമുദ്രമുള്ളിടത്ത് മഴ പെയ്യും. എല്ലായിടത്തും എല്ലാ ദിക്കിലും ഒരുപോലെ
മഴ കിട്ടുന്നു. അപ്പോൾ ഇന്ദ്രൻ ആണെങ്കിൽ, ഇന്ദ്രനെ ആരാധിക്കുകയാണെങ്കിൽ അവിടെ മാത്രമല്ലേ മഴ വേണ്ടുള്ളൂ. അപ്പോൾ അവിടെ മാത്രം അല്ലല്ലോ മഴ പെയ്യുന്നത്, എല്ലാ ദിക്കിലും മഴ പെയ്യുന്നുണ്ടല്ലോ എന്ന് ഭഗവാൻ സമർപ്പിക്കുകയാണ് ഓരോന്നും. ഇന്ദ്രനല്ല മഴ പെയ്യിക്കുന്നതെന്ന് വരുത്തി തീർക്കുകയാണ്. രജസാ ചോദിതാ മേഘ വർഷന്തി അമ്പൂനി സർവദാ പ്രജാസ്തൈരേവ സിദ്ധ്യന്തി മഹേന്ദ്ര കിം കരിഷ്യതി. ശ്ലോകം 24. ന പുരോ ജനപദ ന ഗ്രാമാ ന ഗൃഹാവയം നിത്യം വനൗകസ സ്ഥാതാ വനശൈലനിവാസിനഃ. നഃ പുരഃ ജനപദാഃ ഗ്രാമാഃ ന ഗൃഹാ വയം നിത്യം വനൗകസഃ താതാ വനശൈല നിവാസിനഃ. നഃ നമ്മൾക്ക് പുരഃ പത്തനങ്ങളും ജനപദ ദേശങ്ങളും നഹ ഇല്ല. നമുക്ക് കൊട്ടാരോ ദേശമോ ഇന്ന ദേശമൊന്നൊന്നുമില്ല. നമ്മളെവിടെയാണ് താമസിക്കുന്നത്? നമ്മളിങ്ങനെ ഓരോ സ്ഥലം മാറി മാറി പോവുകയാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥലമില്ല. പുരഹ പട്ടണങ്ങളോ അല്ലെങ്കിൽ ദേശങ്ങളോ, ജനപദ ദേശങ്ങളോ, ഗ്രാമാഹ ഗ്രാമങ്ങളോ, ഗൃഹാഹ ഭവനങ്ങളോ ഇല്ല. കാരണം ഇവർ ഒരു സ്ഥലത്ത് തങ്ങുമില്ല. പശുക്കൾക്ക് പുല്ലുള്ള സ്ഥലം നോക്കി ഇവർ കൂട്ടത്തോടെ ആ സ്ഥലത്തേക്ക് പോയി അവിടെ പിന്നെ ചെറിയ കൂടാരമൊക്കെ കെട്ടി അവിടെ താമസിക്കും. അവിടെ പുല്ല് തീരുമ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോകും. അതിൽ അവർ ആദ്യം ഗോകുലത്തിലായിരുന്നു, പിന്നെ വൃന്ദാവനത്തിലേക്ക് താമസം മാറ്റിയെന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്ക് പ്രത്യേക സ്ഥലമൊന്നും ഇവിടെ ഇല്ല. ഗൃഹങ്ങളോ പട്ടണങ്ങളോ വീടുകളോ ഒന്നുമില്ല. വനൗകസ വനമാകുന്ന വാസസ്ഥാനത്തോടു കൂടിയ വയം നമ്മൾ നിത്യം എല്ലായ്പ്പോഴും വനശൈല നിവാസിന കാടുകളിലും മലകളിലും വസിക്കുന്നു. അപ്പം നമ്മൾ പ്രത്യേക ഒരു സ്ഥലമൊന്നുമില്ല. ഓരോ കാട് തോറും ഇങ്ങനെ പശുക്കൾക്ക് പുല്ല് ഉള്ള സ്ഥലം നോക്കി 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 നമ്മൾ കാടുകളിലും വനങ്ങളിലൊക്കെ മലകളിലൊക്കെ വസിക്കുന്നു. ന പുരോ ജനപദ ന ഗ്രാമാന ഗൃഹാവയം നിത്യം വനൗകസസ്താത വനശൈല നിവാസിനഃ. ശ്ലോകം 25. തസ്മാത് ഗവാം ബ്രാഹ്മണാനാം അദ്രേശ്ചാരഭൃതാം മഖഃ യ ഇന്ദ്രയാഗ സംഭാരസ്തൈരയം സാധ്യതാം മഖഃ. തസ്മാത് ഗവാം ബ്രാഹ്മണാനാം അദ്രേഹേ ചാരഭ്യതാം ആരഭ്യതാം. അതാണ് ചാരഭ്യതാം. ആരഭ്യതാം അദ്രേഹേ ആരഭ്യതാം മഖഃ യഹ ഇന്ദ്രയാഗ സംഭാരാഃ തൈഃ അയം സാധ്യതാം മഖഃ. തസ്മാത് അതുകൊണ്ട് ഗവാം പശുക്കൾക്കും ബ്രാഹ്മണന്മാർക്കും അദ്രേച്ച പർവ്വതത്തിനും മഖഃ യാഗം ആരഭ്യതാം ആരംഭിച്ചാലും. ഇപ്പം നമ്മുടെ വാസസ്ഥലം എവിടെയാണ്? ഈ പർവ്വത പ്രദേശമൊക്കെയാണ്. അപ്പോൾ പർവ്വതത്തിന് കൊടുക്കണം. പിന്നെ പശുക്കളാണ് നമ്മുടെ ജീവനോപാധി. അപ്പോൾ പശുക്കൾക്ക് പിന്നെ ബ്രാഹ്മണരാണ് നമുക്കെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്, വേദങ്ങൾ പഠിപ്പിക്കുന്നതും എല്ലാ കാര്യവും പറഞ്ഞു തരുന്നത് ബ്രാഹ്മണരാണ്. അപ്പോൾ അവർക്കും തൈഹ അവ കൊണ്ട് തന്നെ അയം മഖ ഈ യാഗം സാധിക്കപ്പെടണം. അപ്പോൾ യാഗം നടത്തേണ്ടത് ആർക്കാണ്? ഈ പർവ്വതത്തിനും ഗോവർദ്ധന പർവ്വതത്തിനും അതുപോലെ തന്നെ ബ്രാഹ്മണർക്കും പശുക്കൾക്കും വേണം യാഗം നടത്തേണ്ടത്. തസ്മാത് ഗവാം ബ്രാഹ്മണാനാം അദ്രേചാരഭ്യതാം മഖഃ യ ഇന്ദ്രയാഗ സമാരംഭ തൈരയം സാധ്യതാം മഖഃ. അപ്പോൾ ഇന്ദ്രൻ്റെ യാഗത്തിലുള്ള ഈ സാധനങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ എന്തു ചെയ്യണം? ഈ പർവ്വതത്തിനും പശുക്കൾക്കും അതുപോലെ ബ്രാഹ്മണർക്കും യാഗം നടത്തണം. ശ്ലോകം 26. പച്യന്താം വിവിധാപാക സൂപാന്ത പായസാദയഃ സംയവാപൂപ ശുൽക്കുല്യ ഷഷ്കുല്യാം സർവദോഹശ്ച ഗൃഹ്യതാം പച്യന്താം വിവിധാഃ പാകാഃ സൂപാന്താഃ
പായസ ആദയ സംയാവ ആപൂപ ഷഷ്കുല്യ സർവദോഹ ച ഗൃഹ്യതാം. അപ്പം അതിനെന്ത് ചെയ്യണം? ധാരാളം സാധനങ്ങൾ ഉണ്ടാക്കുക. ഈ യാഗത്തിന് വേണ്ടി ധാരാളം സാധനം ഉണ്ടാക്കുക. എന്തൊക്കെയാണ്? പായസ ആദയ, പായസം മുതലായവ. സൂപാന്ത, സൂപം തുടങ്ങിയ ബഹുവിധങ്ങളായ പാകങ്ങൾ പചിക്കപ്പെടണം. ഏതൊക്കെയെന്ന് വെച്ചാൽ സംയാവ ആപൂപ ഷഷ്കല്യ. സംയാവം എന്ന് പറഞ്ഞാൽ പരിപ്പ്, പായസം, ഗോതമ്പ് പൊടി, നെയ്യ്, പഞ്ചസാര ഇവയൊക്കെ ചേർത്ത് ഒരു പലഹാരം, അതാണ് സംയാവം. പിന്നെ ആപൂപ നെയ്യപ്പം, ഷഷ്കുല്യ മുറുക്ക്, പിന്നെ സർവദോഹശ്ച പാൽ, തൈർ മുതലായവ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുകയും. അപ്പോൾ ഒരെണ്ണം പലഹാരം, പായസം, പരിപ്പ്, ഗോതമ്പൊടി, നെയ്യൊക്കെ ചേർത്ത് ഒരുവിധം പലഹാരം ഉണ്ടാക്കണം. നെയ്യപ്പം, മുറുക്ക്, പാല്, തൈര്, എങ്ങനെ എല്ലാം നിങ്ങൾ ഉണ്ടാക്കി നമുക്ക് ഇവർക്ക് യാഗം നടത്താം. പച്യന്തം വിവിധാപാക സൂപാന്താപായ സാധയക സംയാവാപൂപ ഷഷ്കുല്യ സർവദോഹശ്ച ഗൃഹ്യതാം. ശ്ലോകം 27. ഹൂയന്താമഗ്നയ സമ്യക് ബ്രാഹ്മണൈർബ്രഹ്മവാദിഭിഃ അന്നം ബഹുവിധം തേഭ്യോ ദേയം വോ ധേനു ദക്ഷിണാഃ. ഹൂയന്താം അഗ്നയഃ സമ്യക് ബ്രാഹ്മണൈഃ ബ്രഹ്മവാദിഭിഃ അന്നം ബഹുവിധം തേഭ്യഃ ദേയം വഹ ധേനു ദക്ഷിണാഃ. ബ്രഹ്മവാദിഭിഃ വേദജ്ഞരായ ബ്രാഹ്മണരാൽ അഗ്നികൾ സമ്യക് വേണ്ടും വിധം ഹൂയന്ത ഹോമിക്കപ്പെടണം. അപ്പം ബ്രാഹ്മണരെ വിളിച്ച് ഹോമം ചെയ്യണം. അപ്പം അഗ്നിയൊക്കെ കത്തിച്ച് അവരെ ഹോമം ചെയ്യണം. അതായത് ബ്രാഹ്മണർ ആവഹനീയ അഗ്നി എന്ന് പറയും, യാഗാഗ്നി ജ്വലിപ്പിക്കുക. അത് തടികൾ ഉരച്ചാണ് യാഗാഗ്നി ജ്വലിപ്പിക്കുന്നത്. അങ്ങനെ ബ്രാഹ്മണർ യാഗാഗ്നി ജ്വലിപ്പിക്കട്ടെ. തേഭ്യക അവർക്കായിക്കൊണ്ട് ബഹുവിധം ഷഡ്രസോ, ബഹുവിധം എന്ന് വെച്ചാൽ 6 രസങ്ങളോടുകൂടിയ അന്നം ഭക്ഷണവും, ധേനു ദക്ഷിണ പശുക്കളോടുകൂടിയ ദക്ഷിണയും വക നിങ്ങളാൽ ദേയം നൽകപ്പെടണം. അപ്പം ബ്രാഹ്മണർ ഈ യാഗം നടത്തണം. അപ്പോൾ അവർക്ക് എന്ത് കൊടുക്കണം? നല്ല ഭക്ഷണവും കൊടുക്കണം. അതുപോലെ തന്നെ പശുക്കളെയും ദാനം ചെയ്യണം. ഊയന്താമഗ്നയ സമ്യക് ബ്രാഹ്മണൈർബ്രഹ്മവാദിഭിഃ അന്നം ബഹുവിധം തേഭ്യോ ദേയം വോ ധേനു ദക്ഷിണാഃ. ശ്ലോകം 28. അന്യേഭ്യ ചാശ്വചണ്ഡാള പതിതേഭ്യ യഥാർഹത യവസം ച ഗവാം ദത്വാ ഗിരയേ ദീയതാം ബലിഃ. അന്യേഭ്യഃ ച ചണ്ഡാള ആശ്വ ചണ്ഡാള പദീഭ്യഃ യഥാർഹതഃ യവസം ച ഗവാം ദത്വാ ഗിരയേ ദീയതാം ബലിഃ. ആശ്വചണ്ഡാള പതിതേഭ്യ, ആശ്വ എന്ന് വെച്ചാൽ നായ്, ചണ്ടാളന്മാർ നായാടികളെന്ന് പറയും. പതിഭ്യ പതിതൻ തുടങ്ങിയ അനേഭ്യ മറ്റുള്ളവരും യഥാർഹത യോഗ്യതാനുസരണം അന്നം ഭക്ഷണം ദേയം കൊടുക്കണം. അപ്പോൾ അന്നദാനത്തിന് നോക്കണമെന്നില്ലാത്തതിനാൽ പാത്രമൊന്നും നോക്കട്ടെ. ഇവിടെ നമ്മൾ സാധാരണ പറയില്ല അന്നദാനം പാത്രം അറിഞ്ഞ് ഭിക്ഷ കൊടുക്കണം. ഇവിടെ അങ്ങനെയൊന്നും നോക്കണ്ട. നായ് വന്നാൽ നായ്ക്ക് നായാടിയാണോ പതിതനാണോ തുടങ്ങിയ എല്ലാ പ്രാണികൾക്കും
അവരവരുടെ യോഗ്യത അനുസരിച്ച് ഭക്ഷണം കൊടുക്കണം. ഓരോ പ്രാണിക്കും ആവശ്യമുള്ളത് എന്താണോ അതനുസരിച്ച് ഭക്ഷണം കൊടുക്കുക. ഗവാംച പശുക്കൾക്കും വ്യവസം പച്ചപ്പുല്ല് ദത്വ നൽകിയിട്ട്. ഇപ്പോൾ പശുക്കൾക്ക് ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല പച്ചപ്പുല്ല് കൊടുക്കണം. അവയ്ക്ക് നല്ല പച്ചപ്പുല്ല് കൊടുത്തിട്ട് ഗിരയെ പർവ്വതത്തിനായിക്കൊണ്ട് ബലി നൈവേദ്യം ദീയത. പർവ്വതത്തിന് എന്ത് കൊടുക്കണം? നൈവേദ്യം സമർപ്പിക്കണം. പശുക്കൾക്ക് പുല്ല്, പട്ടിക്ക് അതിനാവശ്യമുള്ളത്, നായടിക്ക് അതിനാവശ്യമുള്ളത്, ഇങ്ങനെ ഓരോരുത്തർക്കും അവരവർക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക. എന്നിട്ട് പർവ്വതത്തിന് എന്ത് ചെയ്യണം? പർവ്വതത്തിന് നൈവേദ്യം സമർപ്പിക്കണം. അന്യേഭ്യ ചാശു ചണ്ടാള പതിതേഭ്യോ യഥാർഹത യവസം ച ഗവാം ദത്വാ ഗിരയേ ദീയതാം ബലിഹി. ശ്ലോകം 29. സ്വലംകൃത ഭുക്തവന്ത സ്വനുലിപ്ത സുവാസസ പ്രദക്ഷിണം ച കുരുത ഗോവിപ്രാനല പർവ്വതാൻ. സ്വലംകൃത നല്ലവണ്ണം അലങ്കരിച്ച്, ഭുക്തവന്തഹ ഭോജനം കഴിച്ച്, സ്വനുലിപ്താഹ ചന്ദനാദി ലേപനം ചെയ്ത്, സുവാസസ നല്ല വസ്ത്രം ധരിച്ച്, ഗോവിപ്ര അനല പർവ്വതാൻ ഗോ പശുക്കൾ, വിപ്ര ബ്രാഹ്മണർ, അനല അഗ്നികൾ, പർവ്വതാൻ പർവ്വതം ഇവയെ പ്രദക്ഷിണവും ചെയ്യണം. അപ്പം നിങ്ങളെല്ലാവരും നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ധരിച്ച് സുഖമായി ഭക്ഷണം കഴിച്ച് ചന്ദനം മുതലായ കുറിക്കൂട്ടുകൾ ലേപനം ചെയ്ത് പശുക്കളെയും ബ്രാഹ്മണരെയും യാഗാഗ്നികളെയും ഗോവർദ്ധന പർവ്വതത്തെയും പ്രദക്ഷിണം ചെയ്യണം. സ്വലംകൃത ഭുക്തവന്ത സ്വനുലിപ്ത സുവാസസ പ്രദക്ഷിണം ച കുരുത ഗോവിപ്രാനല പർവ്വതാൻ. ശ്ലോകം 30. ഏതന്മാമതം താത ക്രിയതാമെതി രോചതേ അയം ഗോ ബ്രാഹ്മണാദ്രീനാം മഹ്യം ച ദൈതോ മഖാം. ഏതത് മമ മതം താത ക്രിയതാം യതി രോചതേ. താത ഹേ പിതാവേ, ഏതത് ഇത് മമ മതം, ഇതാണ് എൻ്റെ അഭിപ്രായം. രോചതേ യതി നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ ക്രിയതാം ഞാൻ പറഞ്ഞതുപോലെ യാഗം നടത്തുവിൻ. അയം ഇത് ഗോ ബ്രാഹ്മണാദ്രീനാം ഗോ പശുക്കൾക്കും ബ്രാഹ്മണർക്കും അദ്രീനാം പർവ്വതത്തിനും മഹ്യം എനിക്കും ദൈത ഇഷ്ടമുള്ള മഖ യാഗമാകുന്നു. അവിടെ എനിക്കും കൂടെ എന്ന് പറഞ്ഞു അല്ലേ? ബ്രാഹ്മണർക്കും പശുക്കൾക്കും പർവ്വതത്തിനും എനിക്കും ഇഷ്ടമുള്ള കാര്യം യാഗമാണ് എന്ന് പറയുകയാണ്. ഏതൻ മമ മതം വിതാത ക്രിയതാമെതി രോചതേ അയം ഗോ ബ്രാഹ്മണ ആദ്രീനാം മഹ്യം ച ദൈതോ മഖാം. ശ്ലോകം 31. ശ്രീശുകവാചാം കാലാത്മാ ഭഗവത ശക്രദർപ്പം ജിഘാംസദാ പ്രോക്തം നിശമ്യ നന്ദാദ്യ സ്വാധ്യാഗൃഹ്ണന്ത തദ്വചഃ. കാല ആത്മനാ കാലസ്വരൂപനായും ശക്രദർപ്പം ഇന്ദ്രന്റെ അഹങ്കാരത്തെ ജിഘാംസദ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവനുമായിരിക്കുന്ന ഭഗവാനാൽ പ്രോക്തം പറയപ്പെട്ട തദ്വചഃ ആ വാക്കിനെ നിശമ്യ കേട്ടിട്ട് നന്ദാദ്യാഹ നന്ദൻ മുതലായവർ സാധു ആദരവോടുകൂടി അഗൃഹ്ണന്ത സ്വീകരിച്ചു. ഇത് നല്ല കാര്യം തന്നെ എന്ന് അവർക്കും തോന്നി, അതവർ സ്വീകരിച്ചു. ഭഗവാൻ പറഞ്ഞ കാര്യം എല്ലാവരും സ്വീകരിച്ചു. അപ്പോൾ ഭഗവാൻ ഇന്ദ്രന്റെ അഹങ്കാരം ശമിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇത് പറഞ്ഞത്. എല്ലാവരും അത് ശരിവെച്ചു. ശ്രീശുകവാച കാലാത്മന ഭഗവത ശക്രദർപ്പം ജിഘാംസദ പ്രോക്തം നിശമ്യ നന്ദാദ്യ സാധു ഗൃഹ്ണന്ത തദ്വചഃ. ശ്ലോകം 32. തഥാ ചാവദതു സർവം യഥാഹമധുസൂദന വാചയിത്വാ സ്വസ്ത്യേനം തദ്രവ്യേണ ഗിരിദ്വിജാൻ. തഥാ ച വദതു തത്സർവം യഥാ ആഹ മധുസൂദനഃ വാചയിത്വാ സ്വസ്ത്യേനം തദ്രവ്യേണ. ആ ദ്രവ്യം കൊണ്ട് സ്വസ്ത്യേനം പുണ്യാഹം വാചയിത്വ ചൊല്ലിയിട്ട്
ആദൃതാഹ ആദരവോടുകൂടി ഗിരിദ്വിജാൻ പർവ്വതത്തെയും ബ്രാഹ്മണരെയും ഉദ്ദേശിച്ച് സർവാൻ ബലീൻ അത് ഇനി അടുത്തതിൽ വരുള്ളൂ. ഇതവിടെ 3 ശ്ലോകങ്ങൾ ഒന്നിച്ച് വരുമ്പോഴേ അർത്ഥം ഒന്നിച്ച് വരുന്നു. അപ്പോൾ ഇവിടെ ഇതിൽ പറയുന്നത് ഇന്ദ്രയാഗത്തിന് ഒരുക്കിയ സാധനങ്ങൾ കൊണ്ട് ബ്രാഹ്മണരെ വരുത്തി പുണ്യാഹം കഴിപ്പിച്ചു. പിന്നെ ബ്രാഹ്മണർക്കും അതുപോലെ പർവ്വതത്തിനും പുണ്യാഹം നൈവേദ്യം കഴിപ്പിച്ചു. അതാണ് ഇവിടെ വരുന്നത്. തഥാ വ്യതതു സർവം യഥാഹ മധുസൂദന മധുസൂദനൻ പറഞ്ഞതുപോലെ തന്നെ അവർ ചെയ്തു. വാചയിത്വ സ്വസ്ത്യേനം പുണ്യാഹം ചെയ്യിച്ചിട്ട് ബ്രാഹ്മണരെ വരുത്തി പുണ്യാഹം കഴിപ്പിച്ചു. തദ്രവ്യേണ ഗിരിദ്വിജ ആ ദ്രവ്യം കൊണ്ട് തന്നെ ബ്രാഹ്മണരെയും പർവ്വതത്തെയും പൂജിച്ചു. ശ്ലോകം 33 ഉപകൃത്യ ബലീൻ സർവാൻ ആദൃതായവ സംഗവാം ഗോധനാനി പുരസ്കൃത്യ ഗിരിം ചക്രു പ്രദക്ഷിണം. എന്നിട്ട് എന്ത് ചെയ്തു? ഉപകൃത്യ ബലീൻ സർവാൻ എല്ലാ പേർക്കും ബലീൻ എല്ലാ നൈവേദ്യങ്ങളെയും കൊടുത്തു. യവസം ഗവാം പശുക്കൾക്കോ യവസം പുല്ലിനെയും ഉപഹൃത്യ സമർപ്പിച്ചിട്ട് ഗോധനാനി ഗോക്കളാകുന്ന ധനങ്ങളെ പുരസ്കൃത്യ മുൻപേ നടത്തിക്കൊണ്ട് ഗിരിം ചക്രു പ്രദക്ഷിണം ആ ഗോവർദ്ധന പർവ്വതത്തെ പ്രദക്ഷിണം ചെയ്യുന്നു. ഉപഹൃത്യ ബലീൻ സർവാൻ ആദൃതായവ സംഗവാം ഗോധനാനി പുരസ്കൃത്യ ഗിരിം ചക്രു പ്രദക്ഷിണം. ശ്ലോകം 34 അനാംസി അനടുത്യുക്താനി തേ ചാരുഹ്യ സ്വലങ്കൃത ഗോപ്യശ്ച കൃഷ്ണവീര്യാണി ഗായന്ത്യ സദിജാശിഷാം. അനാംസി അനടുദ്യുക്താനി ഉത്തമ കാളകളെ കൂട്ടിക്കെട്ടിയ അനാംസി വണ്ടികളെ ആരുഹ്യ അവർ കയറി നല്ല കാളകളെ കെട്ടിയ വണ്ടികളിൽ തേ ച ആരുഹ്യ ചാരുഹ്യ എന്ന് പറഞ്ഞ ച ആരുഹ്യ വണ്ടികളിൽ കയറി സ്വലങ്കൃത നന്നായി അലങ്കരിച്ച് സദിജാശിഷ ബ്രാഹ്മണ ആശീർവാദങ്ങളെ പ്രാപിച്ചുമിരിക്കുന്ന ഗോപസ്ത്രീകൾ കൃഷ്ണവീര്യാണി കൃഷ്ണന്റെ മഹിമകളെ ഗായന്ത്യ പാടുന്നവരായി ഗിരിം പർവ്വതത്തെ പ്രദക്ഷിണം ചെയ്തു. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്തു? ഗോപസ്ത്രീകൾ വിശേഷ അലങ്കാരമൊക്കെ ധരിച്ച് നല്ല കാളകളെ പൂട്ടിയ വണ്ടികളിൽ കയറിയിരുന്നു. പിന്നെ കൃഷ്ണന്റെ അതിശയങ്ങളായ ഓരോ പ്രവൃത്തികളെയും വീര്യപ്രവൃത്തികളെയും കുറിച്ച് പാട്ട് പാടിക്കൊണ്ട് വണ്ടിയിലിരുന്ന് ഗിരി പ്രദക്ഷിണം ചെയ്തു. ആ ഗോവർദ്ധന പർവ്വതത്തെ പ്രദക്ഷിണം ചെയ്തു. ഗായന്തി സ ദിജാശിഷ എന്ന് വെച്ചാൽ അവരുടെ ആശീർവാദനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഗോപസ്ത്രീകൾ കൃഷ്ണന്റെ വീരചരിതങ്ങളെ പാടിക്കൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ പ്രദക്ഷിണം ചെയ്തു. അനാംസി അനടുത്തിക്താനി തേ ചാരുഹ്യ സ്വലങ്കൃതാഃ ഗോപ്യശ്ച കൃഷ്ണവീര്യാണി ഗായന്ത്യ സദിജാശിഷഃ. ശ്ലോകം 35 കൃഷ്ണസ്ത്വന്യതമം രൂപം ഗോപ വിശ്രംഭണം ഗതാ ശൈലോ അസ്മീതി ബ്രുവൻ ഭൂരിബലിം ആദത് ബൃഹത് ബഭുഃ. കൃഷ്ണഃ തു അന്യതമം രൂപം കൃഷ്ണനാകട്ടെ അന്യതമം മറ്റൊരു സ്വരൂപത്തെ ഗോപ വിഭ്രംശനം ഗോപന്മാരെ വിശ്വസിപ്പിക്കുന്നതായ മറ്റൊരു രൂപത്തെ ഗതഹ പ്രാപിച്ചു. പർവ്വതമാണെന്ന് പറഞ്ഞ് വേറൊരു രൂപത്തെ ഒരു വലിയ ശരീരമുള്ള ഞാൻ പർവ്വതരാജനാണെന്ന് പറഞ്ഞ് ഒരു വലിയ ശരീരത്തെ സ്വീകരിച്ചു. ശൈലോ അസ്മി ഇതി ബ്രുവൻ എന്നിട്ട് എന്തോന്ന് പറഞ്ഞു? ശൈല അസ്മി ഇതി ഞാൻ പർവ്വതം ആണ്. ശൈല അസ്മി ഇതി ഞാൻ പർവ്വതമാണ്. ബ്രുവൻ എന്ന് പറഞ്ഞ് ഭൂരിബലിം ആദത് ആ
നൈവേദ്യങ്ങളെല്ലാം പർവ്വതത്തിന് വേണ്ടി യാഗം നടത്തിയില്ലേ, ആ യാഗം നൈവേദ്യം മൊത്തം ആദത്ത് ഭക്ഷിച്ചു. വലിയ പർവ്വതം പോലെ വലിയ ശരീരം സ്വീകരിച്ച്, അപ്പോൾ ഞാൻ പർവ്വതമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾക്കൊക്കെ വിശ്വാസം വന്നു, ഇതാ പർവ്വതം ശരീരം രൂപം പ്രാപിച്ച് ഇതാ വന്നിരിക്കുകയാണ് നമ്മുടെ ബലി സ്വീകരിക്കാൻ എന്ന് പറഞ്ഞ് അത് മൊത്തം ഭക്ഷിച്ചു. കൃഷ്ണസ്തു അന്യതമം രൂപം ഗോപവിശ്രംഭണം ഗതാ ശൈലോ അസ്മീതി ബ്രുവൻ ഭൂരിബലിം ആദത് ബൃഹത് ബഭുഹു. ശ്ലോകം 36. തസ്മൈ നമോ വ്രജജനൈ സഹചക്രേ ആത്മനാത്മനെ അഹോ പശ്യത ശൈലോസൗ രൂപീനോനുഗ്രഹം വ്യതതാ. വ്രജജനൈ സഹ ഗോപന്മാരോടുകൂടി ആത്മന സ്വന്തം സ്വരൂപത്തോടെ ആത്മനെ താനായി തന്നെ ഇരിക്കുന്ന തസ്മൈ ആ രൂപത്തിനായിക്കൊണ്ട് നമചക്രേ നമസ്കരിച്ചു. അപ്പോൾ കൃഷ്ണൻ്റെ രൂപത്തിൽ ഗോപന്മാരെ അടുത്തുണ്ട്, വേറെ ഒരു രൂപം വലിയ പർവ്വതമായി. എന്നിട്ട് ഈ കൃഷ്ണൻ താൻ തന്നെ ആയിരിക്കുന്ന ആ പർവ്വതത്തെ നമസ്കരിക്കുകയാണ്. അസൗ ശൈലക ഈ പർവ്വതം രൂപി സ്വരൂപത്തോടു കൂടിയതായിട്ട് നഖ നമ്മൾക്ക് അനുഗ്രഹത്തെ വ്യതതാ അനുഗ്രഹത്തെ ചെയ്യുകയാണ്. പശ്യത നോക്കുവിൻ അഹോ ആശ്ചര്യം. എന്നിട്ട് കൃഷ്ണൻ പറയുകയാണ്. അപ്പോൾ കൃഷ്ണൻ ആ ഗോപന്മാരെ കൂടെ നേരത്തെയുള്ള സ്വതവേയുള്ള രൂപത്തിലിരിക്കുന്നു. എന്നിട്ട് പർവ്വതരൂപന് വേറൊരു രൂപം ധരിച്ചു. എന്നിട്ട് പറയുന്നു, ആ പർവ്വതരാജനെ നോക്കൂ, ആശ്ചര്യം തന്നെയാണ്. അപ്പം നമുക്ക് അനുഗ്രഹത്തെ നൽകാനാണ് അതാ പർവ്വതം രൂപം ധരിച്ച് വന്നിരിക്കുന്നത്, നോക്കൂ ആശ്ചര്യം തന്നെ എന്ന് പറയുകയാണ്. അപ്പോൾ എന്നിട്ട് പർവ്വതത്തെ ആ ഗോപരൂപിയായിരിക്കുന്ന ഭഗവാൻ നമസ്കരിച്ചു. തസ്മൈ നമോ വ്രജജനൈ സഹചക്രേ ആത്മനാത്മനെ അഹോ പശ്യത ശൈലോസൗ രൂപിനോ അനുഗ്രഹം വ്യതതാ. ശ്ലോകം 37. യേഷോ അവജാനതോ മർത്യാൻ കാമരൂപി വനൗകസഃ ഹന്തിഹി അസ്മൈ നമസ്യാമ ശർമ്മണേ ആത്മനോ ഗവാം. യേഷഃ അവജാനതഃ മർത്യാൻ കാമരൂപി വനൗകസഃ. കാമരൂപി ഇച്ഛയ്ക്കനുസരിച്ച് രൂപം ധരിക്കാൻ കഴിയുന്ന യേഷഃ ഈ പർവ്വതം അവജാനത അവമാനിക്കുന്നവരും വനൗകസ കാട്ടിൽ വസിക്കുന്നവരുമായ മർത്യാൻ മനുഷ്യരെ ഹന്തി നശിപ്പിക്കുന്നു. അപ്പം ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ പർവ്വതം ഗോവർദ്ധന പർവ്വതം സാധാരണ പർവ്വതത്തെ പോലെ അല്ല. ഇതിന് ഏതേത് രൂപം എടുക്കണമെന്ന് തോന്നുന്നുവോ ആ രൂപത്തെ അപ്പോൾ അതെടുക്കാൻ കഴിയും. അതിന് കാട്ടിൽ വസിക്കുന്ന ഏതെങ്കിലും മനുഷ്യർ ഈ പർവ്വതത്തെ ബഹുമാനിക്കാതിരിക്കുകയോ അവമാനിക്കുകയോ ചെയ്താൽ എന്തു ചെയ്യും? സർപ്പം, നരി, സിംഹം മുതലായ രൂപങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഉടനെ അവരെ ഈ പർവ്വതം കൊല്ലുന്നു എന്നുകൂടെ പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കുകയാണ്. അതാണ് വനൗകസ കാട്ടിൽ വസിക്കുന്നവരായ മർത്യാൻ മനുഷ്യരെ ഹന്തി നശിപ്പിക്കുന്നു, പർവ്വതത്തെ അപമാനിക്കുന്നവരെ കൊല്ലുന്നു. ആത്മനഹ നമ്മുടെയും ഗവാം പശുക്കളുടെയും ശർമ്മേണയെ സുഖത്തിന് വേണ്ടി തസ്മൈ ഇവനായിക്കൊണ്ട് നമസ്യാമ നമ്മൾ നമസ്കരിക്കണം. അപ്പം അങ്ങനെ ദിവ്യമായിരിക്കുന്ന ഈ പർവ്വതത്തെ നമ്മൾ പശുക്കളുടെയും നമ്മളുടെയും ക്ഷേമത്തിനായിക്കൊണ്ട് അഭിവൃദ്ധിക്കായിക്കൊണ്ട് നമസ്കരിക്കണം എന്ന് പറഞ്ഞ് ഭഗവാൻ കൃഷ്ണൻ എന്ത് ചെയ്തു? ഭഗവാനും ഗോപന്മാരോടൊപ്പം തൻ്റെ തന്നെ സ്വരൂപത്തെ നമസ്കരിക്കുകയാണ്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയൂല, യദ്യതാചരതി ശ്രേഷ്ഠ തത്തത്തിര ഇതരോ ജനഹ. അപ്പം ശ്രേഷ്ഠന്മാർ എന്ത് ചെയ്യുന്നുവോ അതുപോലെ മറ്റുള്ളവരും ചെയ്യും. അപ്പോൾ കൃഷ്ണൻ നമസ്കരിച്ചപ്പോൾ മറ്റുള്ളവരും ആ പർവ്വതത്തെ നമസ്കരിച്ചു. യേശോ അവജാനതോ മർത്യാൻ കാമരൂപി വനൗകസഃ ഹന്തിഹി അസ്മൈ നമസ്യാമ ശർമ്മണേ ആത്മനോ ഗവാം. ശ്ലോകം 38. ഇത്യദ്രിഗോദിജമഖം വാസുദേവ പ്രണോദിതാഃ യഥാ വിധായ തേ ഗോപാ സഹ കൃഷ്ണ വ്രജം യയോ. ഇതി അദ്രി ഗോദിജമഖം വാസുദേവ പ്രണോദിതാഃ യഥാ വിധായ തേ ഗോപാഃ സഹ കൃഷ്ണ വ്രജം യയുഃ. ഇത് ഇപ്രകാരം വാസുദേവ പ്രണോദിതാഃ വാസുദേവനാൽ കൃഷ്ണനാൽ പ്രേരിപ്പിക്കപ്പെട്ട
തേ ഗോപാഹ, ആ ഗോപന്മാർ അദ്രി ഗോ ദിജ മഖം, പർവ്വതം, പശുക്കൾ, ബ്രാഹ്മണർ ഇവർക്കുള്ള യാഗത്തെ യഥാവിധായ വേണ്ടും വിധം കഴിപ്പിച്ചിട്ട് സഹകൃഷ്ണ, കൃഷ്ണനോടുകൂടി വ്രജം, ഗോകുലത്തെ പ്രാപിച്ചു. അപ്പോൾ ആ ഗോപന്മാർ എന്താണ് ചെയ്തത്? ഇവിടെ സർവ അന്തര്യാമിയായിരിക്കുന്ന പരമാത്മസ്വരൂപനായ ഭഗവാൻ വാസുദേവന്റെ, കൃഷ്ണന്റെ പ്രേരണ നിമിത്തം നന്ദാദി ഗോപന്മാരെല്ലാ പേരും കൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ ഗോവർദ്ധന പർവ്വതത്തെയും പശുക്കളെയും ബ്രാഹ്മണരെയും എല്ലാം തൃപ്തിപ്പെടുത്തി. എന്നിട്ട് യാഗം കഴിച്ചു, പർവ്വതം ഭക്ഷിച്ചു, എല്ലാവർക്കും സന്തോഷമായി. അവർ കൃഷ്ണരാമന്മാരോടൊന്നിച്ച് ഗോകുലത്തിലേക്ക് പോവുകയും ചെയ്തു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ പൂർവാർത്ഥേ ഇന്ദ്രമഖഭംഗോ നാമ ചതുർവിംശോധ്യായഃ സമാപ്തം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി 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 സ്മരണാ കരോ, ഹരിചരണ കമല ധ്യാന കരോ, മുരളീ മാധവ സേവാ കരോ, മുരഹര ഗിരിധാരി സ്മരണ കരോ, മുരഹര ഗിരിധാരി സ്മരണ കരോ. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്.